പഴയകാലം പഴയ ഓർമ്മ. മൺചട്ടിയിൽ നിറഞ്ഞ കഞ്ഞിയുടെ മണവും പുലർച്ചെ തണുത്ത കാറ്റും. അമ്മയുടെ കയ്യിൽ നിന്നൊരു പാത്രം പഴങ്കഞ്ഞി. അതൊരു ഭക്ഷണം മാത്രമല്ല, ഒരു അനുഭവം തന്നെയായിരുന്നു. ഇന്ന് ആ ഓർമ്മ വീണ്ടും ജീവിപ്പിക്കാൻ നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ സ്വന്തം പഴങ്കഞ്ഞിയായിട്ട്. നമുക്ക് ആദ്യം വേണ്ടത് മറ്റൊന്നുമല്ല, തലേ ദിവസത്തെ ചോറ്. അഥവാ നാളെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്നത്തെ രാത്രി വന്ന ചോറ്. അത് ഏറ്റവും നല്ലത് കുത്തരിച്ചോറാണ്. പണ്ട് കാലത്തൊക്കെ കുത്തരിച്ചോറായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അതിൽ പരം കുത്തരിച്ചോറിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ടായിരുന്നു. ആ കുത്തരിച്ചോറിലേക്ക് ചൂടുവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. തിളപ്പിച്ചാറിയ തണുത്ത വെള്ളം അല്ലെങ്കിൽ തെളിഞ്ഞ അതേ കഞ്ഞിവെള്ളം അതും ഒഴിച്ച് ഒരു ദിവസം നൈറ്റ് രാത്രി മുഴുവൻ അങ്ങനെ വെക്കുക അടച്ചിട്ട്. ഈ പഴങ്കഞ്ഞിയുടെ രഹസ്യം അതിൻ്റെ ഫെർമെൻറ്റേഷനാണ്. ഒരു രാത്രി വെച്ച ചോറ് സ്വാഭാവികമായി പൊളിച്ച് നല്ല ബാക്ടീരിയകൾ ഉണ്ടാകും. ലാക്ടോബാസിലസ് എന്നറിയപ്പെടുന്ന ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന പ്രോബയോട്ടിക്സ് ആണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുളകെല്ലാം പൊട്ടിച്ചു, കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചതച്ചത് റെഡിയാക്കിയിട്ടുണ്ട്. പഴകിയ ചോറിനും അതിനോടൊപ്പം ചേർക്കുന്ന ചെറിയ ചില വിഭവങ്ങളും കൂടി ചേർത്താൽ സ്വാദിഷ്ടമായ ഈയൊരു വിഭവം അത്രയും രുചിയോടെയും ഓർമ്മയോടെയും തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വേനൽക്കാലത്ത് ഈയൊരു ഭക്ഷണം ശരീരത്തെ തണുപ്പിക്കാനും ദഹന പ്രക്രിയയ്ക്കും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ എനർജി നൽകുന്നതിനും വളരെയധികം ഉപയോഗപ്പെടുന്നു. അതുകൂടാതെ ഇതൊരു പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കൂടിയാണ്. തലേ ദിവസത്തെ പഴങ്കഞ്ഞിയിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് എന്നിവ ചേർത്തു. അതുകൂടാതെ തൈര്, കട്ടത്തൈര് ചേർത്തു. ഇവയെല്ലാം ഒന്നും നന്നായി യോജിപ്പിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറുന്നുണ്ടെന്ന് അറിയാലോ. പഴയ തലമുറ എന്തുകൊണ്ട് ഇത്ര ഹെൽത്തി ആയിരുന്നു എന്ന് നമുക്കറിയാമോ? ഇത്തരത്തിലുള്ള നാച്ചുറൽ ഫുഡും അതുപോലെയുള്ള ജോലികളും ആയിരുന്നു അവരെ ഇത്ര ഹെൽത്തി ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോഴിതാ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ വീടുകളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള എന്ത് തരം കറികളും ഇതിൻ്റെ ഒപ്പം നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുഴുങ്ങിയ കടല, നല്ല അരിനെല്ലിക്ക ഉപ്പിലിട്ടത്. കാണുമ്പോൾ തന്നെ നല്ല വായിൽ വെള്ളം വരുന്നുണ്ട് അല്ലേ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിനെല്ലിക്കയാണ്. അതിൻ്റെ ഒപ്പം ചെറിയ 2 കഷ്ണം മാങ്ങ ഉപ്പിലിട്ടത്. ഇതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് കാണുമ്പോഴുള്ളതിനേക്കാളും എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇനി ഞാൻ ചേർക്കുന്നത് ഇത്തിരി നാരങ്ങച്ചാർ. അത് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. തീർച്ചയായും ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റിയുമാണ്. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ എനിക്ക് ലഭ്യമായ കറികളാണ്. നിങ്ങൾക്കിതുപോലെ ഇതിൻ്റെ കൂടെ ചെമ്മീൻ ചമ്മന്തിയോ ഉണക്കമീനോ അല്ലെങ്കിൽ എന്തെങ്കിലും വറവിട്ടതോ കൊണ്ടാട്ടം മുളക് ഉള്ളിച്ചമ്മന്തി ഏത് തരം മീൻ കറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വറുത്ത മീനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരം കറികളായിക്കോട്ടെ, ഇത്ര സിമ്പിൾ ആയ ഒരു ഭക്ഷണം ഇത്ര വലിയ ഗുണം നൽകുമെന്ന് ആരും കരുതില്ല. ഇത് കഴിച്ചവർക്ക് മാത്രമേ അറിയൂ ഇതിൻ്റെ യഥാർത്ഥ രുചിയും അനുഭവവും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്യൂ. ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇത്തരം ഗ്രാമത്തിൻ്റെ നാടൻ രുചികൾക്കായി ഫോളോ ചെയ്യാൻ മറക്കല്ലേ.